ഒരു എന്താ പറയുക 1999 വർഷമാണ് ഞാനിത് ഇങ്ങനത്തെ ഒരു ശൈലിയിലേക്ക് തുടക്കമിടുന്നത്. ഒരു തെലുങ്ക് സിനിമ കാണാനും സാഹചര്യമായി. അപ്പോൾ ആ സിനിമ കണ്ട് എനിക്കിങ്ങനെ എഴുതാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എന്തെങ്കിലും എഴുതാമെന്ന് വിചാരിച്ച് കുറച്ച് പേപ്പറുകൾ എടുത്തതാണ്. പേപ്പറുകളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഫിലോസഫി ചെയ്ത കോളേജിൻ്റെ ലൈബ്രറി കമ്പ്യൂട്ടറൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ലൈബ്രറി കാർഡ് കത്തിക്കാനിട്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആ കാർഡ് ഞാൻ എടുത്തുകൊണ്ടെന്ന് അത് എഴുതാനായിട്ട് തുടങ്ങി. അങ്ങനെ എഴുതാനിരുന്നത് എനിക്ക് ഒന്നും എഴുതാനുള്ളൊരു ആശയമൊന്നും എനിക്ക് മനസ്സിലുണ്ടല്ലോ, വാക്കുകൾ വരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വരച്ച് വരുന്നത് അതൊരു പിക്ചറായി. ആ പിക്ചർ ഞാൻ അതിനുള്ളൊരു ക്യാപ്ഷൻ എൻ്റെ റൂമിൽ മലയാളത്തിൽ എഴുതി വെച്ചു. അത് ഞാനൊരു ബ്രദറിന് ക്യാപ്ഷൻ എഴുതാൻ കൊടുത്തു. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ ആൾ എഴുതി എൻ്റെ ഡോറിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. അതായത് എനിക്ക് ഈ പിക്ചറിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെ പിന്നെ ഞാനൊരു സ്ഥിരം പരിപാടിയായി. അതിങ്ങനെ ആ പേപ്പറുകൾ പോസ്റ്റ് കാർഡ് ടൈപ്പാണ്, അതിൽ നിന്ന് വരച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഒരു 25 വർഷത്തിനും മേലെയായി ഇങ്ങനെ വരച്ചു തുടങ്ങിയിട്ട്. പിന്നെ നമ്മുടെ ഒരു കാർപ്പ് എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്ന ആ കൂട്ടുകെട്ട് തന്നെ എന്താ പറയുക, ഇങ്ങനെയുള്ള വർക്കുകൾ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടുമുട്ടിയവർ ഇത് നമ്പർ ഭയങ്കര ഒരു ഹ്യൂജ് നമ്പർ ആയതുകൊണ്ട് ഏകദേശം ഒരു 800ഓളം പിക്ചേഴ്സ് തന്നെ ഞാൻ ഈ പോസ്റ്റ് കാർഡും ഡബിൾ പോസ്റ്റ് കാർഡിലും വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അടുത്ത സെക്ഷനിലേക്ക് മാറി. അതാണ് ഈ ഇങ്ങനെയുള്ള വരയിലേക്ക് വന്നതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പഴയ ആദ്യം വരച്ച ശൈലി തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് അതിൽ ഇംപ്രവൈസേഷൻ ചെയ്തു വരുന്നത് മാത്രം. ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്നത് ബ്ലാക്ക് ബോൾ പെന്നായിരുന്നു. പിന്നീട് അത് ഡബിൾ പോസ്റ്റ് കാർഡിലേക്ക് കയറിയപ്പോൾ അത് ബ്ലൂ ബ്ലാക്ക് ആയി ഉപയോഗിക്കൽ. പിന്നെ 4 കളർ ബ്ലൂ ബ്ലാക്ക് റെഡ് ഗ്രീൻ ഉപയോഗിച്ച് തുടങ്ങി. പിന്നെ ഇങ്ങനെ ഈ വരയ്ക്കുന്നത് കണ്ട് പലരും എനിക്ക് പല കളറിലുള്ള പെന്നുകൾ പ്രത്യേകിച്ച് ഫോറിനിൽ നിന്നൊക്കെ വരുന്നവർ തരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അത് അത്ര അവൈലബിൾ അല്ലാത്തതുകൊണ്ട് മിനിമം സ്ഥലത്തൊക്കെ അത് മാക്സിമം യൂട്ടിലൈസേഷനായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഇതിൻ്റെയൊക്കെ ബിഹൈൻഡിൽ ഉള്ളൊരു എലമെൻറ്റ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് 2 കഥാപാത്രങ്ങളാണ്. കണ്ണ്, മറ്റൊന്ന് സ്ത്രീ. ഇങ്ങനെ 2 കഥാപാത്രം. അപ്പോൾ അതുകൊണ്ട് പലരും എൻ്റെ പിക്ചേഴ്സുകൾ കണ്ട് ആദ്യ കാലം തൊട്ട് തന്നെ പറയാറുണ്ട്, ഈ കണ്ണും പെണ്ണും വരയ്ക്കുക എന്ന് പറയുന്നൊരു കമൻറ്റ് കേട്ടിട്ടുണ്ട്. അത് കാണുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കണ്ണ് ഒരു എലമെൻ്റായിട്ട് പലരും പല എലമെൻസുകളെടുത്ത് കഥ പറയിപ്പിക്കുന്ന പിക്ചറിൻ്റെ കഥ പറയിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കണ്ണ് ആദ്യം വരച്ച പടത്തിൽ തന്നെ കണ്ണ് രൂപപ്പെട്ടതുകൊണ്ട് പിന്നെ ആ കണ്ണ് വെച്ചുകൊണ്ട് തന്നെ പ്രൊസീഡ് ചെയ്തു. ഒന്ന് ഈ കണ്ണിൻ്റെ റിഫ്ലക്ഷൻ ഇത്രയേ ഉള്ളൂ. ആദ്യം വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ള ക്രിയേഷനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ഈ സൃഷ്ടികർമ്മം ആരംഭിക്കുന്നത് എന്ന് എനിക്ക് കിട്ടിയൊരു റിഫ്ലക്ഷൻ ഇതാണ്. ഈ വെളിച്ചമുണ്ടെങ്കിലാണ് ജീവൻ്റെ നിലനിൽപ്പും ജീവൻ്റെ ഉയർച്ചയും ഉണ്ടാവുകയുള്ളൂ. അത് നമ്മൾ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നമ്മൾ നടത്തിയ സ്കൂളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ കണ്ടിട്ട്, വാതിലും ജനലൊക്കെ അടച്ചിട്ട് ഒരു ചെടി വയ്ക്കുമ്പോൾ ആ ജനൽപ്പാളികളിലൂടെ സൂര്യപ്രകാശത്തിലേക്ക് ചെടി വളരുന്നത്. അപ്പോൾ ജീവൻ്റെ നിലനിൽപ്പിനും ജീവൻ്റെ വളർച്ചയ്ക്കൊക്കെ വെളിച്ചം അനിവാര്യമാണ്. പിന്നെ സോക്രാറ്റസിൻ്റെ ശിഷ്യൻ പ്ലാറ്റോ പറയുന്നു, നിഴൽ ഈശ്വരൻ്റെ നിഴലാണ് വെളിച്ചം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ഇതിൽ ക്രിസ്തു എന്ന് പറയുന്നു ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നാണ്. അപ്പോൾ ഈ വെളിച്ചമുള്ള ഒരു അവയവം നമുക്ക് കണ്ണാണ്. ആ കണ്ണിലൂടെയാണ് നമ്മൾ ഈ കാഴ്ചകൾ മൊത്തം കാണുന്നതും അതുപോലെ നമുക്ക് ആ കാഴ്ചകളിലൂടെയാണ് കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ എൻ്റെ ഈ ചിത്രങ്ങളൊരു പ്രത്യേകത, ഈ കണ്ണാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്നതും ആ കണ്ണിലൂടെയാണ് നമ്മൾ ചിത്രം വായിച്ചെടുക്കേണ്ടതും ആ കഥ പറയുന്നതൊക്കെ. ആ കണ്ണിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ മനുഷ്യൻ്റെ കണ്ണായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്, ചില അടുത്ത് ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റായിട്ട് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ചില ചില്ലറ പടങ്ങളിലൊക്കെ ഒരു സൈറ്റനിക് വ്യൂ ആയിട്ടും കാണിച്ചിട്ടുണ്ട്. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയുന്നുണ്ട്. മുഖത്ത് ഭേദങ്ങൾ വരുന്നത് ഈ കണ്ണിൽ വരുന്ന ഭാവഭേദങ്ങൾക്കനുസരിച്ചാണ് മുഖത്ത് ഭാവഭേദങ്ങൾ വരുന്നത്. അപ്പോൾ ഈ പടത്തിലുള്ള ഭാവഭേദങ്ങളും ഈ കണ്ണുകൊണ്ട് മാത്രമേ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു. പിന്നെ അടുത്ത് ഈ സ്ത്രീ കഥാപാത്രത്തിൻ്റെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. സ്ത്രീകളോടുള്ള അപ്രോച്ചും എൻ്റെ ഈ അമ്മയോടുള്ള അടുപ്പവും സ്നേഹവും വെച്ചുകൊണ്ടാണ്. എനിക്കൊരു അമ്മ എന്ന് പറയുന്ന കവിതയൊക്കെയുണ്ട്.
അപ്പോൾ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എടുക്കുന്നുണ്ട്. പിന്നെ ബ്യൂട്ടി, ലവ് എന്ന് പറയുന്ന എലമെൻറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് സ്ത്രീ കഥാപാത്രം. അതുപോലെ തന്നെ ഇമോഷണൽ എക്സ്പ്രഷൻസ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയത് സ്ത്രീ കഥാപാത്രമാണെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ത്രീ എന്ന് പറയുന്ന കഥാപാത്രത്തെയും ഇതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.